സാറിന് അനുകൂലമായിട്ടുള്ള സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം 2 പകലും 2 രാത്രി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഇതിനകത്ത് സർക്കാർ ഒരു നടപടിയും സ്വീകരിച്ച് കാണുന്നില്ല. എന്താണ് സാർ കാത്തിരിക്കാൻ തന്നെയാണോ തീരുമാനിച്ചത്? അത് എന്താണ് സാറിൻ്റെ അടുത്ത നടപടി? അല്ല, സർക്കാരിന് സുപ്രീം കോടതി വിധി ബാധകമാണല്ലോ. അപ്പോൾ സർക്കാർ തീരുമാനം എടുക്കും. ഞാൻ എന്തിനാണ് തിരക്ക് കൂട്ടുന്നത്? അത് ഇപ്പം ഞാൻ എന്നെ പോലീസ് ചീഫിൻ്റെ പോസ്റ്റിൽ നിന്ന് മാറ്റിയിട്ട് ഏകദേശം 11 മാസം കഴിഞ്ഞല്ലോ. അപ്പം ഞാൻ തിരക്കൂട്ടേണ്ട ആവശ്യമില്ല. സർക്കാർ തീരുമാനം എടുക്കട്ടെ. കാരണം ഒരു സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം തീരുമാനം എടുക്കേണ്ട കാര്യങ്ങൾ സർക്കാരിൻ്റെയാണ്, ചുമതലയാണ്. എന്തായാലും ഇന്ത്യയിലെ പരമോന്നത കോടതിയാണല്ലോ. അപ്പോൾ ആ കോടതി വിധി ഇങ്ങനെ വൈകിപ്പിക്കേണ്ട ആവശ്യം ഗവൺമെൻറ്റിന് ഇല്ലല്ലോ. അതോ അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ അത് വൈകിപ്പിച്ച് ഈ ജൂൺ 30 വരെ പോട്ടെ എന്നുള്ള ഒരു ഇത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും സാർ കരുതുന്നുണ്ടോ? ഞാൻ അങ്ങനെ കരുതുന്നില്ല. ഇത് സംബന്ധിച്ച് സാർ ചീഫ് സെക്രട്ടറിക്ക് ഒരു കത്ത് കൊടുത്തു എന്നറിയാൻ കഴിയുന്നു. അത് അല്ല, ഞാൻ സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻറ്റിൻ്റെ കോപ്പി വെച്ച് ഒരു കത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് സുപ്രീം കോടതിയുടെ വിധി നടപ്പിലാക്കണം എന്ന് പറഞ്ഞു. അത്രയേ ഉള്ളൂ. സാർ, ഇപ്പോൾ ഈ സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻ്റ് ആരംഭിക്കുന്നത് തന്നെ കേരളത്തിലെ ഏറ്റവും മികച്ച പോലീസ് ഓഫീസറാണ് ടി.പി. സെൻകുമാർ. അദ്ദേഹത്തിൻ്റെ മെറിറ്റോറിയസ് സർവീസ് പരിഗണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ കേരളത്തിലെ പോലീസ് ചീഫ് ആക്കിയിരിക്കുന്നതെന്നാണ്. യഥാർത്ഥത്തിൽ ഈ ചീഫ് സെക്രട്ടറി, അതായത് അന്ന് നേരത്തെ ആഭ്യന്തര വകുപ്പിൻ്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും ഇപ്പോൾ ചീഫ് സെക്രട്ടറിയും ആയിരിക്കുന്ന നളിനി നെറ്റോ ഏപ്രിൽ 13-നും മെയ് മാസം 26 കൊടുത്തിട്ടുള്ള ഈ 2 റിപ്പോർട്ടുകളുടെ വൈരുദ്ധ്യം, അതാണ് സാറ് പ്രധാനമായും ചൂണ്ടിക്കാണുന്നത്. അതിനകത്ത് ചില മാറ്റങ്ങൾ വരുത്തിയെന്ന്. അപ്പോൾ യഥാർത്ഥത്തിൽ സുപ്രീം കോടതി തന്നെ സാറ് ഏറ്റവും ഒരു മികച്ച പോലീസ് ഓഫീസറാണെന്ന് അംഗീകരിച്ചതോടുകൂടി യഥാർത്ഥത്തിൽ ഈ ചീഫ് സെക്രട്ടറിക്ക് കിട്ടിയ ഒരു തിരിച്ചടിയായിട്ട് അതിനെ പറയാൻ പറ്റില്ലേ? അതിൽ നിയമപരമായ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. കാരണം ഇപ്പോൾ ഒരു സാധാരണ ഓഫീസർ അല്ലെങ്കിൽ സാധാരണ ഓഫീസിൽ ഇത്തരം കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ അതിന് നമുക്ക് IPC-യിലും ഒക്കെ കുറേയധികം വകുപ്പുകളുണ്ട്. മനസ്സിലായോ? പ്രത്യേകിച്ചും ഇപ്പോൾ ഒരു മുൻ മുഖ്യമന്ത്രിയുടെ ഒപ്പോടുകൂടി ഒരു പേജ് മിസ്സിംഗ് ആകുക, അതിൽ അറ്റാച്ച് ചെയ്തിരുന്നൊരു പേജ് മിസ്സിംഗ് ആകുക, പഴയ ചീഫ് സെക്രട്ടറി ശ്രീ SM വിജയാനന്ദ് കാണാതെ മാത്രം എല്ലാ ഫയലുകളും മൂവ് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങൾ, മോട്ടിവേഷൻസ്, മോട്ടിവേഷൻസ്, എല്ലാ കാര്യങ്ങളും അതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഞാനിപ്പോൾ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. അത് ഈ നമ്മുടെ കേരള ഗവൺമെൻറ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി നടപ്പാക്കിയതോടുകൂടി, അപ്പോൾ നടപ്പാക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ സുപ്രീം കോടതിയും സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിലേക്കും തീർച്ചയായിട്ടും ഗവൺമെൻറ്റിന് ശ്രദ്ധ ചെലുത്തേണ്ടി വരും. അപ്പോൾ അതെന്ത് ചെയ്യുന്നു ഞാൻ നോക്കട്ടെ. കാരണം നിയമപരമായിട്ടുള്ള നടപടികൾ അപ്പോൾ അതിലുണ്ടാകേണ്ടതാണ്. കാരണം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻറ്റിൽ പോലും, കാരണം ഞാൻ ആരെയും പേഴ്സണൽ റെസ്പോണ്ടൻ്റായിട്ട് വെച്ചിരുന്നില്ല, എന്നിട്ട് പോലും ഇത്ര കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. ഞാൻ പലപ്പോഴും പറഞ്ഞു, ഒരു രാഷ്ട്രീയ നേതൃത്വം ഒരു പോലീസ് ഓഫീസറെയോ അല്ലെങ്കിൽ മറ്റു ഓഫീസറെ മാറ്റുന്ന രീതി അല്ല എന്നെ കൂടുതൽ വിഷമിപ്പിച്ചത്. അത് ഇത്തരത്തിലുള്ള തെറ്റായ ഫയലുകൾ ഉണ്ടാക്കിയ രീതി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് തീർച്ചയായിട്ടും നടപടി ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഉണ്ടാകാത്ത പക്ഷം എന്ത് ചെയ്യണമെന്ന് അപ്പോൾ നോക്കാം. ഈ ചീഫ് സെക്രട്ടറിക്കെതിരായിട്ട് വേറെ അങ്ങനെ നിയമപരമായ ഒരു പോരാട്ടം ഒക്കെ സാറ് അങ്ങനെ വല്ലതും ആലോചിക്കുന്നുണ്ടോ? അല്ല, ഞാനിപ്പോൾ പറഞ്ഞതിൽ ഇതിലെല്ലാം ഉണ്ട് കേട്ടോ. എന്താ വേണ്ടെന്ന് അപ്പോഴും നോക്കാം സാർ. അതുപോലെ തന്നെ ഇപ്പോൾ എന്തായാലും സാറിനെ പിന്നെ ക്രമസമാധാനത്തിൻ്റെ ചുമതലയുള്ള സംസ്ഥാന പോലീസ് ചീഫായിട്ട് കൊണ്ടുവരണമെന്നുള്ള ഈ ഉത്തരവ് കഴിഞ്ഞതോടുകൂടി യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇപ്പം ഒരു DGP ഉണ്ടോ? അല്ല, ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഉത്തരവിൽ എന്നെ മാറ്റിയ മറ്റുകൊണ്ട് ഉള്ള അല്ലെങ്കിൽ ബെഹ്റയെ പോസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ആ ജിയോ കോഷ് ചെയ്തിട്ടുണ്ട്. അതോടുകൂടി ആ ജിയോയുടെ പ്രാബല്യം ഇല്ലാതായി. അതാണ് വസ്തുത. ജിയോ എന്ന് പറഞ്ഞാൽ അതായത് ബെഹ്റയെ DGP ആയി നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് പ്രാബല്യത്തിലില്ലാതായി. അതല്ല, ഒരു സുപ്രീം കോടതിയെ കോഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതേപ്പറ്റി വേറെ എന്താ പറയാനുള്ളത്?